സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശരിക്കും എന്താണ് തോന്നുന്നത്? സന്തോഷമോ അതോ ഒരു ചെറിയ അസൂയയോ? നിങ്ങൾ പറയാതിരുന്നാലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് എല്ലാം അറിയുന്നുണ്ട്. സമ്പന്നരായ ആളുകളോട് നിങ്ങൾക്ക് അസൂയയുണ്ടോ? ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു മാരുതി 800 കാർ ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അയ്യോ പാവെന്ന് പറയും. അതേ റോഡിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു BMW കാർ ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അത് സാരമില്ല, അവൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ. രണ്ട് കാറും ബ്രേക്ക് ഡൗൺ ആയതാണ്, രണ്ട് ഡ്രൈവർക്കും ഒരേ പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ പ്രതികരണം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? അവിടെയാണ് നമ്മുടെ മണി മൈൻഡ് സെറ്റ് ഒളിഞ്ഞു കിടക്കുന്നത്. നമ്മളിൽ പലരും അത് സമ്മതിക്കില്ല. പക്ഷേ സത്യം ഇതാണ്, സമ്പന്നരെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ഇവൻ ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? ഭാഗ്യം കൊണ്ടായിരിക്കും, എന്തെങ്കിലും കള്ളക്കണി കാണും. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരും. പക്ഷെ ഒരു ചോദ്യം, നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ സമ്പത്തിനോട് തന്നെ ഇങ്ങനെ നെഗറ്റീവ് വികാരം വെച്ചുകൊണ്ട് സമ്പത്ത് എങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും? ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പണ്ട് ജന്മിമാരുടെ കാലത്ത് കർഷകർ കഠിനാധ്വാനം ചെയ്തു, വിളവെടുത്തു. പക്ഷേ അതിൻ്റെ ഭൂരിഭാഗവും ജന്മിമാർ കൊണ്ടുപോയി. അനീതിയും ചൂഷണവും ആളുകളുടെ മനസ്സിൽ ഒരു വിശ്വാസമായി പതിഞ്ഞു. വലിയ പണമുള്ളവർ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വിയർപ്പിൽ ജീവിക്കുന്നവരാണ്. തലമുറകൾ മാറി, ലോകം മാറി, സമ്പാദിക്കാനുള്ള വഴികളും മാറി. പക്ഷേ ആ പഴയ വിശ്വാസം ഇന്നും പലരുടെ ഉപബോധ മനസ്സിൽ ജീവനോടെയുണ്ട്. അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നത്: പണക്കാരൻ എന്നാൽ അഹങ്കാരി, പണക്കാരൻ എന്നാൽ ചൂഷകൻ, പണക്കാരൻ എന്നാൽ ഒരിക്കലും നല്ല മനുഷ്യരല്ല. എന്നാൽ ഇത് സത്യമാണ്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നു, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പണം ഒരു മനുഷ്യനെ നല്ലതോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട അവസ്ഥയോ ആക്കുന്നില്ല. അത് അയാളുടെ സ്വഭാവത്തെ കൂടുതൽ വലുതാക്കുക മാത്രമാണ് ചെയ്യുന്നത്. നല്ലവൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവൻ ഉറപ്പായും കൂടുതൽ നന്മ ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യും. എന്നാൽ പ്രശ്നം പണമല്ല, പ്രശ്നം നമ്മുടെ മനസ്സാണ്. ഇപ്പോൾ ഒരു സത്യം കേൾക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് എല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഡെയിലി ഇങ്ങനെ പറയുകയാണെങ്കിൽ പണക്കാർ എല്ലാം മോശമാണ്, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കള്ളക്കളിയുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് സ്ഥിരം പറയുന്നെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു നിഗമനത്തിലെത്തും. പണമുണ്ടായാൽ ഞാൻ മോശക്കാരനാകും. അത് നിങ്ങളെ സമ്പത്തിൽ നിന്ന് അകറ്റാൻ തുടങ്ങും. കാരണം നിങ്ങളെ സംരക്ഷിക്കുകയാണ് അതിൻ്റെ പ്രധാന ജോലി. സോ ഇന്നു മുതൽ ഈ ഒരു പുതിയ ശീലം തുടങ്ങും. ആരെങ്കിലും ഒരു പുതിയ വീട് വാങ്ങിയോ, അവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കും. ആരെങ്കിലും ഒരു പുതിയ കാർ വാങ്ങിയോ, അവർക്ക് വേണ്ടി സന്തോഷിക്കൂ. ആരെങ്കിലും ഒരു ബിസിനസ്സിൽ വിജയിച്ചോ, അവരെ പ്രചോദനമാക്കൂ. മറ്റൊരാളുടെ വിജയം നിങ്ങളുടെ പരാജയത്തിൻ്റെ തെളിവല്ല, അത് നിങ്ങളുടെ സാധ്യതയുടെ തെളിവാണ്. അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും കഴിയും. സോ ഇന്ന് മുതൽ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയൂ: മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. വീണ്ടും പറയൂ: മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി: മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം മറ്റുള്ളവരുടെ സമൃദ്ധിയെ ആഘോഷിക്കുന്ന നിമിഷം നിങ്ങളുടെ മനസ്സ് സമൃദ്ധിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അസൂയ വാതിലുകൾ അടയ്ക്കും, സന്തോഷം പുതിയ വാതിലുകൾ തുറക്കും. നിങ്ങൾ ആകർഷിക്കുന്ന ജീവിതം നിങ്ങൾ ആഘോഷിക്കുന്ന ജീവിതത്തോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളതാണ്. മറ്റുള്ളവരുടെ വെളിച്ചം കെടുത്താൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വന്തം വെളിച്ചം കൂടുതൽ പ്രകാശിപ്പിക്കൂ. അപ്പോൾ സമൃദ്ധിയും വിജയവും നിങ്ങളെ സ്വാഭാവികമായി തേടിയെത്തും. താങ്ക് യു.